നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നമ്മുടെയൊക്കെ തന്നെ ഉറക്കം കെടുത്തിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് വൈറലായത്. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന മുതലാളിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒന്നും ചെയ്യല്ലേ, ഉപദ്രവിക്കരുതേ എന്ന കരഞ്ഞു നിലവിളിക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ കുടുംബം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന ദൃശ്യമായിരുന്നു അത്. ഇപ്പോഴിതാ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ രാവിലെ തന്നെ കേൾക്കുന്ന വാർത്ത ഇയാളുടെ ചിത്രമടക്കം പുറത്തുവരുന്നു. ഒപ്പം അതുപോലെ തന്നെ ഇയാളെ പിടികൂടി എന്ന വാർത്തയാണ്. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടയിൽ താഴേക്ക് ചാടി യുവതിക്ക് പരിക്കേറ്റതിൽ ഹോട്ടലുടമ പിടിയിൽ. കേസിലെ ഒന്നാം പ്രതിയായ ഹോട്ടലുടമ ദേവദാസിനെ മുക്കം പോലീസാണ് പിടികൂടിയത്. തൃശൂർ കുന്നംകുളത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കോഴിക്കോട് സ്വന്തം വാഹനം ഉപേക്ഷിച്ച ശേഷമാണ് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തത്. ഹൈക്കോടതിയെ സമീപിക്കാനായി ഇരിക്കെയാണ് പ്രതി പിടിയിലാകുന്നത്. ഇയാളെ മുക്കത്തെത്തിച്ച് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മറ്റ് 2 പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. യുവതിയെ ഹോട്ടലുടമയും ജീവനക്കാരും ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ വീഡിയോ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. യുവതി പേടിച്ച് ബഹളം വെക്കുന്നതും ബഹളം ഉണ്ടാക്കരുത് എന്ന് യുവതിയോട് ആക്രമികൾ പറയുന്നതും വീഡിയോയിലുണ്ട്. ഹോട്ടൽ ജീവനക്കാരിയായ യുവതി താമസ സ്ഥലത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കവെയാണ് ഹോട്ടലുടമ ദേവദാസനും 2 ജീവനക്കാരും എത്തുന്നത്. വീട്ടിലെത്തിയവരെ കണ്ട് ബഹളം വെച്ച് കരഞ്ഞ നിലവിളിച്ച യുവതിയെ ശബ്ദമുയർത്തരുത് എന്ന യുവതിയോട് ആക്രമികൾ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതും ഗുരുതരമായി പരിക്കേൽക്കുന്നതും. നട്ടലിന് ഉൾപ്പെടെ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഹോട്ടലുടമ ദേവദാസ, ജീവനക്കാരനായ റിയാസ്, സുരേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. പയ്യന്നൂർ സ്വദേശിയായ യുവതി 3 മാസം മുമ്പാണ് മുക്കം ഈ മാമ്പറ്റയിലെ ഹോട്ടലിൽ ജോലിക്ക് എത്തുന്നത്. എന്തായാലും ഇയാൾ പിടിയിലായിരിക്കുകയാണ്. ഇയാളുടെ ദൃശ്യങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും യുവതിയുടെ ജീവിതം? അതായത് ഈ സ്വന്തം ജീവനും സ്വന്തം മാനവും രക്ഷിക്കാനായി എടുത്തു ചാടിയതാണ്. ഇപ്പോൾ നട്ടലടക്കമുള്ളവ തകർന്ന രോഗശൈലിയിലായിരിക്കുകയാണ്. ഇയാൾ പിടിയിലായിരിക്കുകയാണ്. തക്കതായ ശിക്ഷ ഈ നിയമവ്യവസ്ഥയ്ക്ക് എന്തൊക്കെ തന്നെ കൊടുക്കാൻ കഴിയുമോ തക്കതായ ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് പൊതുജനം കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഈ ഫോട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമുക്കിടയിലും ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതേ സ്വഭാവമുള്ള ആളുകൾ നമുക്കിടയിലുമുണ്ട്. വൈകിയെങ്കിലും മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം വാർത്തകൾ.